ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ചെയ്യുന്നത്. അത് കുഴഞ്ഞു പോകാതെ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്നും തീരെയില്ലാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ട് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് 1/2 കിലോ വെണ്ടയ്ക്ക കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയിലാണ് അരിഞ്ഞേക്കുന്നത്, തീരെ കനം കുറച്ചിട്ടല്ല, കട്ടിയിലാണ് അരിഞ്ഞേക്കുന്നത്. 2 മീഡിയം സൈസ് സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് നെടുകെ കീറിയതുമുണ്ട്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം, ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവോളയൊന്ന് മൂത്ത് വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് അതൊന്ന് ക്രിസ്പി ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയെ ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇത് പൊടിയുടെ പച്ചമണം ഒന്ന് മാറാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ പൊടികളൊക്കെ ഈ വെണ്ടയ്ക്കായിൽ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ടുണ്ട്. പതിയെ ഇളക്കാവുള്ളൂ, വെണ്ടയ്ക്ക പൊടിഞ്ഞു പോകരുത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം കട്ടിയിൽ കട്ട് ചെയ്യണം. തീരെ തിന്നാക്കിയാൽ ഇത് കുഴഞ്ഞു പോകും. ഇനി ഇതിങ്ങനെ നമുക്ക് അല്പസമയം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് ഇളക്കി കൊടുക്കണം. അടച്ച് വെക്കേണ്ട, അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. ഇപ്പോൾ ഇതിലെ വഴുവഴുപ്പെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വെണ്ടയ്ക്ക കഷ്ണങ്ങളിൽ നമ്മുടെ തവി വെച്ച് അമർത്തരുത്, ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. വെണ്ടയ്ക്ക അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി അത് ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ച് കൊടുക്കുക, കരിഞ്ഞു പോകരുത്. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ അത്ര കരിയുമെന്നുള്ള ടെൻഷൻ വേണ്ട.
അല്ലാത്ത പാനികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒരു വെണ്ടയ്ക്ക കഷ്ണം പോലും പൊട്ടിപ്പോയിട്ടില്ല. അത് സാവധാനം ഇളക്കി കൊടുത്താൽ മതി. പതിയെ ഒന്ന് ഇളക്കി ഇതൊന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഓരോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് എത്രമാത്രം ക്രിസ്പി ആകണോ അത്രയും സമയം നമ്മൾ ചെയ്താൽ മതി. ഇനി ഇപ്പം തന്നെ ഇത് കഴിക്കാറായിട്ടുണ്ട്. ഈ പരുവം മതിയെങ്കിൽ ഇപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെയൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കുക. അങ്ങനെ പല പ്രാവശ്യം ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഈ വെണ്ടയ്ക്കകത്ത് പല കളർ കാണുന്നത് ഡാർക്ക് ഗ്രീൻ ഉള്ള വെണ്ടയ്ക്കായും ഉണ്ട്, ലൈറ്റ് ആയിട്ട് കളറുള്ള വെണ്ടയ്ക്കായും ഉണ്ട്. അതുകൊണ്ടാണ് പല കളറിൽ കാണുന്നത്, വേകാത്തതല്ല. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, അതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇൻസ്റ്റൻറ്റ് മെഴുക്കുവരട്ടി എന്നൊക്കെ പറയാം. അധികം ചേരുവകളും സാധനങ്ങളും ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്രമാത്രം മൂപ്പിക്കണമെന്ന് മാത്രം ഉള്ളതിന് അനുസരിച്ച് അടുപ്പത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ കഴിക്കാൻ പാകമായിട്ടുണ്ട്. അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട്, വേവുകയും ചെയ്തിട്ടുണ്ട്. വഴുവഴുപ്പില്ല, ഒന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും. ഒട്ടും സമയമില്ലാത്തപ്പോഴും ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇത്ര അധികം ഒന്നും ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. അത് ഒരു വശം ഒന്ന് ക്രിസ്പി ആകുമ്പോഴത്തേക്കും മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് കാര്യം കഴിയും. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തീ നിർത്തിയാണ്. ഇനി ഇത് ഭയങ്കരമായിട്ടും കരികരിപ്പാക്കണമെന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ അടുപ്പത്ത് വെച്ചാൽ മതി. ഇപ്പോൾ അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.